ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നിങ്ങളോട് അല്പസമയം പറയുന്ന വിഷയം യാക്കോബായ സഭയിലെ കരിസ്മാറ്റിക് ഉഡായിപ്പുകളെ കുറിച്ചാണ്. രണ്ട് ഉഡായിപ്പ് പ്രസ്ഥാനങ്ങളാണ് യാക്കോബായ സത്യവിശ്വാസത്തെ നശിപ്പിക്കാനായിട്ട് കയറിക്കൂടിയിരിക്കുന്നത്. ഒന്ന്, സെന്റ് പോൾ മിഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെ ഒരു സൈഡിൽ കൂടി അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെയോ നന്മകളെയോ നമ്മൾ അംഗീകരിക്കുന്നു. അവർ കൂടുതൽ കാര്യങ്ങൾ പാസ്റ്റൽ കെയർ തിരുമേനിമാരുടെ നേതൃത്വത്തിൽ അവിടെ ചെയ്യട്ടെ. അവർ പക്ഷേ പ്രസംഗിക്കുന്നതും പാടുന്നതും പെന്തക്കോസ്ത് രീതിയിലുള്ള സുവിശേഷമാണ്, പാശ്ചാത്യ സുവിശേഷമാണ്. രണ്ടാമത് ആളുകളാണ് പൗരസ്ത്യ സുവിശേഷ സമാജം എന്ന പേരിൽ പ്രവർത്തിക്കുന്നത്. അതിൽ പൗരസ്ത്യം ഒട്ടും തന്നെയില്ല, പൗരസ്ത്യം കാണാനില്ല. അവിടെ ഉപയോഗിക്കുന്നത് 66 പുസ്തകമാണ്. സുറിയാനി സഭയുടെ കണിയാമ്പറമ്പിലച്ചൻ പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിട്ടും ഇന്നും 66 പുസ്തകമാണ് ഉപയോഗിക്കുന്നത്. അത് വിൽക്കുന്നവരും തെറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം രണ്ട് കാര്യം എന്ന് പറഞ്ഞു, ഒരു കാര്യം കൂടിയുണ്ട്, കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ. നേരത്തെയും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിതാക്കന്മാരുടെ പേരിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പാശ്ചാത്യ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അവിടെ പ്രസംഗിക്കാൻ വരുന്നവർ പുറത്തുനിന്നാണ്. അതുപോലെ തന്നെ അവിടെ പ്രസംഗിക്കുന്ന വൈദികർ അടക്കം, പുരോഹിതരടക്കം അട്ടപ്പാടിയിലും അണക്കരയിലും അതുപോലെ തന്നെ കോഴിക്കോട് NRC എന്ന് പറയുന്ന പ്രവചനം പഠിപ്പിക്കുന്ന, ഭാഷാപരം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 14 ദിവസം കുത്തിയിരുന്ന് അതെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ കോലാഹലങ്ങൾ കാണിക്കുന്നത്. ഇത് സഭയിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. മരിച്ചുപോയ ജേക്കബ് മിഖായേൽ അച്ഛൻ, പുല്ലാട്ടയിലെ അച്ഛൻ പറഞ്ഞു, 10% ആളുകൾ മാത്രമേ സുറിയാനി സഭയുടെ വിശ്വാസം മനസ്സിലാക്കുന്നുള്ളൂ, അതിൽ ജീവിക്കുന്നുള്ളൂ. അച്ഛൻ്റെ കൂടെ ഉൽഫവനം എന്ന് പറയുന്ന 3 വർഷത്തെ ഒരു കോഴ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ പലപ്പോഴും മെസ്സേജുകൾ എഴുതി തരും ഗ്രൂപ്പിലിടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് സാധിക്കുന്ന പോലെ തിരുമേനിമാരോടും അത് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് കൂടുതലായിട്ട് പറയാനുള്ള സാഹചര്യം, ഗ്ലോറിയസ് ഗോസ്പലിൻ്റെയൊക്കെ ക്ലാസ്സിലൂടെ, ഗ്ലോറിയസ് ഗോസ്പലിനൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിങ്ങൾ ആ ക്ലാസ്സുകളിൽ ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങൾ ലൈവുകളിലൂടെയല്ലേ കേട്ടിട്ടുള്ളൂ. ക്ലാസ്സിൽ പോയി കേൾക്കണം. അവിടെ പഠിപ്പിക്കുന്നത്, ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സുറിയാനി സഭയുടെ കാര്യങ്ങളാണ്. മനസ്സിലാക്കാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെനിക്ക് ഇവിടെ പറയാനുള്ള കാര്യമല്ല, അത് നമ്മൾ നേരിട്ട് അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാകും. അപ്പം അതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ, പ്രത്യേകമായിട്ട് കേട്ട 2 കാര്യങ്ങൾ, ത്രിയേക ദൈവ വിശ്വാസത്തെക്കുറിച്ച് ഒരു തെറ്റ് പറഞ്ഞപ്പോൾ ആളുടെ കൂടെ എല്ലാവരും നിൽക്കുകയും രാജാവ് പറഞ്ഞു, നീ പറയുമ്പോൾ നിനക്ക് പ്രശ്നങ്ങളുണ്ടാവും, നിനക്ക് ജീവൻ വരെ പോകും, ലോകം നിനക്ക് എതിരാണ്. അപ്പോൾ ചെമ്മാച്ചനായിരുന്ന അത്തനേഷ്യസ് പിതാവ് പറഞ്ഞു, ഞാൻ ലോകത്തിനും എതിരാണെന്ന്. ഒരു ചെമ്മാച്ചൻ അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ തെറ്റ് കാണുമ്പോൾ മൽപ്പാന അച്ഛന്മാർക്കും തിരുമേനിമാർക്കും പറയാൻ സാധിക്കുന്നില്ല? ഭദ്രാസനങ്ങളിൽ തിരുമേനിമാർക്ക് അച്ഛന്മാരെ വിളിച്ച് ഇത്തരം പേക്കൂത്തുകൾ നടത്തരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഞങ്ങളിത് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ആരും അനുവാദം തന്നിട്ടില്ല. ഞാൻ ഒരു കാലത്ത് ചെറിയ യൂണിറ്റുകളിലൊക്കെ പോയിട്ട് പ്രസംഗിക്കുമായിരുന്നു, ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടി നടക്കുന്ന സമയത്ത്. അങ്ങനെ പിറവത്തിനപ്പുറത്ത് കാരിക്കോട് പള്ളിയിൽ പോയി ഞാൻ ഒരു പ്രാവശ്യം പ്രസംഗിച്ചു.
അന്ന് ചാലപ്പുറത്തെ 3 അച്ഛന്മാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരച്ഛൻ വലിയച്ഛനാണ്, എപ്പിസ്കോപ്പി അച്ഛനാണ്, ഒരച്ഛൻ ചാലപ്പുറത്തെ അതിലും കൊച്ചച്ഛനാണ്, പിന്നെ ഒരച്ഛൻ വീണ്ടും ചെറുപ്പക്കാരനായ അച്ഛനാണ്. 3 അച്ഛന്മാര് ആ പള്ളിയിലുണ്ടായിരുന്നു. ഞാനവിടെ പ്രസംഗിച്ചത് ഈ കരിസ്മാറ്റിക് രീതിയിലുള്ള പ്രസംഗമാണ് അവിടെ ചെയ്തത്. ഞാൻ അതിനുശേഷം പിന്നീട് അവിടുന്ന് ഒരു 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ക്ലാസ്സിലൂടെയൊക്കെ കേട്ട് സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും നാട് കടത്തപ്പെട്ട സുറിയാനി സഭയുടെ പിതാക്കന്മാരെക്കുറിച്ചും നാവ് കണ്ടിച്ചു കളഞ്ഞവരെക്കുറിച്ചും കൈവിരലുകൾ കുരിശു വരയ്ക്കാൻ വേണ്ടി 3 വിരലുകൾ കൂട്ടിച്ചേർത്ത് കുരിശു വരയ്ക്കാൻ വേണ്ടി അവരുടെ വിരലുകൾ ഛേദിച്ചു കളഞ്ഞവരെക്കുറിച്ചും കുരിശു വരയ്ക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വിരലുകൾ ഛേദിച്ചു കളഞ്ഞു. ആ തൃത്വവിശ്വാസത്തിനും സഭയുടെ സത്യവിശ്വാസത്തിനും വേണ്ടി ത്യാഗം സഹിച്ച പിതാക്കന്മാരെ കുറിച്ച് 2 പ്രാവശ്യമാണ് സേവ്യറിയസ് പിതാവ് നാട് കടത്തപ്പെട്ട് മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പറഞ്ഞതിന്. അപ്പൊ അങ്ങനെ ഓരോ പിതാക്കന്മാരും വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും അവരുടെ ജീവൻ പണയം വെച്ചാണ് ഇന്ന് സുറിയാനി സഭയിൽ കാണുന്ന എല്ലാ കൂദാശകളുടെയും എല്ലാ പ്രാർത്ഥനകളുടെയും കാര്യങ്ങൾ എഴുതി കൈമാറി തന്നിരിക്കുന്നത്. ഈ എഴുതി കൈമാറി തന്നിരിക്കുന്ന പ്രാർത്ഥനകളോട് ചേർത്ത് സത്യവിശ്വാസം പ്രസംഗിച്ചാൽ മാത്രമേ സുറിയാനി സഭയുടെ സത്യവിശ്വാസമാകത്തുള്ളൂ. പുറത്ത് നമുക്ക് ചന്തയിൽ എന്ത് സാധനം മേടിക്കാൻ കിട്ടും, ഒരുപാട് PhDകൾ കിട്ടും, ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, പെസ്പെറ്റേറിയനും ലൂതറനും അതുപോലെ തന്നെ സെറാംപൂറും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെയൊന്നും സുറിയാനി സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്നില്ല. സുറിയാനി സഭയുടെ വിശ്വാസം പഠിക്കാൻ പറ്റുന്നത് എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിലാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്നത് സുറിയാനി സഭയുടെ വൈദികർക്കാണ്. ഇന്ന് ഈ ഒരു ചെറിയ കാര്യം പറയേണ്ടി വന്നത് കോട്ടയം ഭദ്രാസനത്തിലെ തിരുമേനി അറിയാൻ വേണ്ടിയിട്ടാണ്. തിരുമേനിയുടെ ഒരു അപേക്ഷയാണ്. അതുപോലെ തന്നെ ബെസേലിയോസ് ജോസഫ് ബാവോടും കാതോലിക്ക ബാവോടും ഒരു അപേക്ഷയാണ്. തിരുമേനിമാരോടും അച്ഛന്മാരോടും പറയണം, ഈ പെന്തിക്കോസ്ത് കരിസ്മാറ്റിക് രീതിയിലുള്ള കാര്യങ്ങൾ നടത്തരുതെന്ന്. ഇന്നൊരു പോസ്റ്റ് കണ്ടു, അവിടെ ഏതോ സെന്റ് ജോസഫ് കത്തീഡ്രലിലാന്ന് തോന്നുന്നു, അവിടെ കൃപാവരദാനം എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. അത് എന്ത് പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. കുറുപ്പമ്പടി പള്ളിയിൽ ഒരു പേക്കൂത്ത് നടക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സെന്റ് ജോൺ മിഷനിൽ കുറെ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും, പിന്നെ താമസിക്കാതെയായിട്ട്, പിന്നെ കീഴത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് സുറിയാനി സഭയുടെ പ്രാർത്ഥനയോ വിശ്വാസമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വണ്ണസ് എന്ന് പറഞ്ഞ എന്താണ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വണ്ണസ്. യേശുനാമക്കാര് അങ്ങനെ ഒരു കൂട്ടരില്ലേ, അതുപോലെയാണ്. യഹോവ സാക്ഷികൾ എന്നൊരു കൂട്ടരില്ലേ, യഹോവനെ ആരാധിക്കുന്ന ആളുകൾ. ഇതേ രീതിയിലല്ല സഭയുടെ വിശ്വാസം. തിയോസെൻട്രിക് വർഷിപ്പാണ് സഭയുടെ, തൃത്വവിശ്വാസമാണ് സഭയുടെ. ആ എല്ലാ പ്രാർത്ഥനകളും എല്ലാ കൂദാശകളും അങ്ങനെയാണ് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങൾക്കിത് കാണുമ്പോൾ സങ്കടമുണ്ട്. ഇത് ഞങ്ങൾ പഠിപ്പിക്കാൻ യോഗ്യരല്ല, അതാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. തിരുമേനിമാരും അച്ഛന്മാരും ഇത് ഞങ്ങളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. സുറിയാനി സഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരോടാണ് പറയേണ്ടത്? ഇത് എത്ര പ്രാവശ്യമായി പറയുന്നു? പാടുന്ന പാട്ടുകൾ, കുടുംബ യൂണിറ്റുകളിലും കൺവെൻഷനുകളിലും നിങ്ങൾ പാടുന്ന ഓരോ പാട്ടും സഭയുടെ സത്യവിശ്വാസത്തിന് എതിരാണ്. ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ മൽപ്പാൻ അച്ഛന്മാരോട് ചോദിച്ചു നോക്ക്, മൂളൽ അച്ഛനോടോ അല്ലെങ്കിൽ ജോസ് ഡാനിയൽ അച്ഛനോടോ അല്ലെങ്കിൽ സെമിനാറിലുള്ള ഒരുപാട് പേരുണ്ട് അവിടെയൊക്കെ, അവരുടെ ആ കൃത്യമായി സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്നവരോട് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ തിരുമേനിമാര്, പ്രമാണത്തുള്ള തിരുമേനി, അല്ലെങ്കിൽ എല്ലാ തിരുമേനിമാർക്കും ഇതറിയാം. ഒരു തിരുമേനി എന്നല്ല, സഭയുടെ എല്ലാ തിരുമേനിമാർക്കും സത്യവിശ്വാസം അറിയാം. അവരിത് ആരെ പേടിച്ചിട്ടാ പറയാത്തതെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയാത്തുള്ളൂ. അതായത് ഈ ഇത്തരം കൂത്തുകൾ നിർത്തണമെന്ന് പറയാത്തത് ആരെ പേടിച്ചിട്ടാണെന്ന് മാത്രമേ അറിയാത്തുള്ളൂ. ഇത്തരം 66 പുസ്തക മാഫിയോടും അതുപോലെ തന്നെ ഈ പാശ്ചാത്യ സുവിശേഷം സഭയിൽ വിൽക്കുന്നവരോടും ഞങ്ങൾ പറയുകയാണ്, ഇത് തുടരുന്നത് വളരെ മോശമാണ്. അതുപോലെ തിരുമേനിമാരോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്കേ ഈ സത്യവിശ്വാസം അറിയത്തുള്ളൂ, നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവർ. നമ്മുടെ അച്ഛന്മാരെന്ന് വളരെ ശ്രേഷ്ഠരാണ് പുരോഹിതരെല്ലാവരും. അവരെല്ലാം വിശുദ്ധ കുർബാനയ്ക്കെല്ലാം തലേ ദിവസം മുതൽ ഒരുങ്ങിയാണ് എല്ലാ കാര്യങ്ങൾക്കും വരുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ അടുത്ത മാമോദിസ അതും ചെയ്തിട്ടാണ് പിന്നീട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ കൂദാശയ്ക്കൊക്കെ വരുമ്പോൾ അത്ര ഒരുക്കത്തോടെയാണ് അവർ വരുന്നത്, പ്രാർത്ഥനകളെല്ലാം തികച്ച്. അതുപോലെ തന്നെ മരണാനന്തര കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പോകണം. ഒരു വീട്ടിലൊരു പാസ്റ്റർ കെയർ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോയി സംസാരിക്കാൻ പോകണം.
അപ്പൊ സഭയുടെ കാര്യങ്ങളിൽ ഇത്തരം വീഴ്ചകൾ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണോ എന്നറിയത്തില്ല. വളരെ മോശമായ രീതിയിലാണ് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു അപേക്ഷയാണ്, ഇത് പരിഗണിക്കണം. ഇപ്പൊ യൂസേബിയസ് തിരുമേനി ഒരു സ്ഥലത്തൊരു കാര്യം പ്രസംഗിച്ചു, അതുപോലെ പിതാക്കന്മാരെല്ലാവരും ഇവരെ ബോധവൽക്കരിക്കണം. പേ പിടിച്ച അവസ്ഥയിലാണ്, ഒരുപാട് പേരെ മാറ്റിയിരിക്കുകയാണ്. ഇവരെല്ലാം കൃപാസനത്തിലേക്കും വട്ടായിലച്ഛന്റെ അടുത്തേട്ടും അണക്കര അച്ഛന്റെ അടുത്തേട്ടും മറ്റു സ്ഥലങ്ങളിലേക്കും ഒരുപാട് MI യോഹന്നാൻ, എംബർ ഇമ്മാനുവൽ ഇതുപോലുള്ള കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങൾക്കൊരു അപേക്ഷയാണ്, വീണ്ടും പറയുകയാണ്, സുറിയാനി സഭയുടെ സത്യവിശ്വാസം എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളോട് ചേർത്ത് പ്രസംഗിക്കുമ്പോഴാണ്, വിശുദ്ധഗ്രന്ഥം പഠിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. താങ്ക്